9th standard in the Maths first chapter, page number 14 in the first question. First question, the price of 2 kilograms of orange and 3 kilograms of apple is 520 rupees. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? ഓരോന്നിൻ്റെയും പ്രൈസ് ഓറഞ്ചിനും അതേപോലെ ആപ്പിളിൻ്റെയും ഓരോന്നിൻ്റെയും പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് ഈക്വൽ ടു എക്സ് എന്നെടുത്തു, പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ ഈക്വൽ ടു വൈ എന്നെടുത്തു അല്ലേ. ഇനി നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം അല്ലേ. എന്താണ് തന്നിരിക്കുന്നത്? 2 കിലോഗ്രാം ഓറഞ്ച്, 2 കിലോഗ്രാം ഓറഞ്ച് എന്ന് പറയുമ്പോൾ 2x പ്ലസ് 3 കിലോഗ്രാം ആപ്പിൾ 3y ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 520. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? 3 കിലോഗ്രാം ഓറഞ്ച് പ്ലസ് 2 കിലോഗ്രാം ആപ്പിൾ ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 480. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലെ ഏതെങ്കിലും വാല്യൂ ഈക്വൽ ആണോ എന്ന് നോക്കണം, എന്നാലാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എങ്ങനെയാണ്? ഈക്വൽ ആണോ? അല്ല. ഇനി നമുക്ക് ഏതുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ആക്കാൻ പറ്റുമോ? അതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഈക്വൽ ആക്കുക? ഈ സെക്കൻഡ് ഇക്വേഷനിലത്തെ നമ്പർ കൊണ്ട് മുകളിലത്തെ ഇക്വേഷൻ്റെ ഈ നമ്പർ കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 2x പ്ലസ് 3 × 3y ഈക്വൽ ടു 3 × 520. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഇതിനെന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് വന്നു? 2 × 3x പ്ലസ് 2 × 2y ഈക്വൽ ടു 2 × 480. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 3 × 2x 6x, 3 × 3y 9y, 3 × 520 1560. ഇക്വേഷൻ നമ്പർ 3. ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ. ഫോർത്ത് ഇക്വേഷൻ 2 × 3x 6x, 2 × 2y 4y, 2 × 480 960. ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂവിൽ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ആണ്, അപ്പം നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്താൽ മതി അല്ലേ. സബ്ട്രാക്ഷൻ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 6x മൈനസ് 6x എത്രയാണ്? 0 പ്ലസ് 9y മൈനസ് 4y എത്രയാ? 5y ഈക്വൽ ടു 1560 മൈനസ് 960. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 600. 5y ഈക്വൽ ടു 600 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ y ഈക്വൽ ടു എന്ത് വന്നു? 600/5 ഈക്വൽ ടു 600നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120 എന്ന് കിട്ടി. ഇനി അപ്പോൾ y കിട്ടി അല്ലേ. നമുക്ക് y കിട്ടി. ഇനി നമ്മൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് എടുത്ത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ വീണ്ടും എടുത്തെഴുതി. ഫസ്റ്റ് ഇക്വേഷൻ എഴുതി 2x പ്ലസ് 3y ഈക്വൽ ടു 520. ഇക്വേഷൻ നമ്പർ 1. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. 2x പ്ലസ് 3 × y എത്രയാണ്? 120 ഈക്വൽ ടു 520. 2x പ്ലസ് 3 × 120 360 ഈക്വൽ ടു 520. 2x ഈക്വൽ ടു എത്ര വരും? 520യിൽ നിന്ന് 360 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 2x ഈക്വൽ ടു 160. x ഈക്വൽ ടു 160യുടെ താഴേക്ക് ഏത് വരും? 2 വരും. അപ്പോൾ 160/2 ഈക്വൽ ടു എത്ര കിട്ടും? 80. അപ്പോൾ എക്സും വൈയും നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് എക്സ് ഈക്വൽ ടു എത്രയാണ്? 80 rupees. പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ വൈ ഈക്വൽ ടു 120 rupees. Second question, a wire 1 meter cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle.
3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. What is the length of the pieces? Let's draw the picture of square and an equilateral triangle. What is the feature of square and equilateral triangle? എന്താണ്? അതായത് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 sides ഈക്വൽ ആണ് അല്ലേ? വൺ സൈഡ് ഈസ് എക്സ്, എല്ലാ സൈഡും എക്സ് തന്നെ ആയിരിക്കും. ദെൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, എന്താണ്? 3 sides ആർ ഈക്വൽ. സോ ഇഫ് ഇറ്റ് ഈസ് വൈ, 3 sides ആർ വൈ. സോ വി വിൽ ടേക്ക് ലെങ്ത് ഓഫ് ദ സ്ക്വയർ സൈഡ് ഈക്വൽ ടു എക്സ്, ദെൻ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു വൈ. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? 1 meter കട്ട് ഇൻ 2 pieces അല്ലേ? 1 meter കട്ട് ഇൻ ടു 2 pieces. ഒരു മീറ്ററിനെ നമ്മൾ 2 pieces ആയിട്ട് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 meter എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 centimeter അല്ലേ? അതിനെ 2 piece ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ബെൻഡ് ഇൻ ടു സ്ക്വയർ ആൻഡ് അതർ ഇൻ ടു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 1 piece എടുത്തിട്ട് എന്താണ്? സ്ക്വയറും ദെൻ അതർ പീസ് എടുത്തിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1 meter അല്ലേ? എങ്ങനെയാണ്? ഇതിന് 4 sides ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഒരു സൈഡിന് എക്സ് ആണെങ്കിൽ അതിൻ്റെ 4 side എന്ന് പറയുമ്പോൾ 4x പ്ലസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 3 sides ആണ് അല്ലേ? അപ്പോൾ 3y. അപ്പോൾ ഈ 4xഉം 4 sidesഉം 3 sidesഉം ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഈ 100 centimeter ആയിരിക്കും അല്ലേ? 1 meter ആണ് വയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? 4x + 3y = 100. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ നോക്കാം. എന്താണ്? 3 times the side of the square. 3 times the side of the square എന്ന് പറഞ്ഞാൽ 3x plus 2 times the side of the equilateral triangle. 2 times the side of equilateral triangle. So 2y. അപ്പോൾ 3x + 2y = എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 71 centimeter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3x + 2y = 71. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ആസ് യൂഷ്വൽ നമ്മൾ എന്താണ് ചെയ്യാറ്? ഇതിൽ ഈക്വൽ ആക്കണം അല്ലേ? ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഈക്വൽ ആക്കണം. അപ്പോൾ ഈക്വൽ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? y നമുക്ക് ഈക്വലായി കിട്ടും അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഏതെങ്കിലും എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഈക്വൽ ആക്കിയാൽ മതി അല്ലേ? അപ്പോൾ വൈനെ ഈക്വൽ ആക്കാനായിട്ട് ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 2 × 4x + 2 × 3y = 2 × 100. സോ ന്യൂ ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ്? 3. ദെൻ ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ എന്തുകൊണ്ടാണ്? 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? 3 × 3x + 3 × 2y = 3 × 71. ഇക്വേഷൻ നമ്പർ 4. സോ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ നമ്പർ 4 എഴുതി. എങ്ങനെയാണ്? 3 × 3x 9x + 3 × 2y 6y = 3 × 71 = 213. ഇക്വേഷൻ നമ്പർ 4. ദെൻ ഇക്വേഷൻ നമ്പർ 3നെ അല്ലേ? ഇക്വേഷൻ നമ്പർ 3നെ നമ്മൾ എങ്ങനെയാണ് മാറ്റണത്? എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വരിക? 2 × 4x 8x + 2 × 3y 6y = 2 × 100 200. ഇക്വേഷൻ നമ്പർ 3. ഇപ്പോൾ എന്തായി? നമ്മളുടെ വൈയുടെ വാല്യൂ ഈക്വലായി. ഇനി എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 3നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെയാണ്? 9x - 8x = 1x, 6y - 6y = 0, then 213 - 200 = 13. So x = 13. x = 13 നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്? എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താണ്? 4x + 3y = 100. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിലേക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ 4 × x എത്രയാണ്? 13. 4 × 13 + 3y = 100. ദെൻ 4 × 13 52 + 3y = 100. ദെൻ 3yനെ നമ്മളവിടെ നിർത്തുമ്പോൾ എന്താവും? 100ൻ്റെ അടുത്തേക്ക് 52 പോകും അല്ലേ? 52 എങ്ങനെയാണ്? 100 - 52 ആയിട്ട് വരും.
സോ 3y ഈക്വൽ ടു എത്രയാണ് 100 മൈനസ് 52 48. ദെൻ y ഈക്വൽ ടു 48/3. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. സോ y ഈക്വൽ ടു എത്രയാണ്? 16 കിട്ടി. ഇനി എന്താണ് ഇതിലത്തെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്? എന്താണ്? ലെങ്ത് ഓഫ് ദ സ്ക്വയർ. ലെങ്ത് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? സ്ക്വയറിൻ്റെ ലെങ്ത്ത് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 4x ആണ് അല്ലേ? അപ്പോൾ 4 ഇൻറ്റു എക്സ് എത്രയാണ് കിട്ടിയത്? 13 ഈക്വൽ ടു 52 സെൻറ്റിമീറ്റർ. ദെൻ ഈ ലെങ്ത് ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? y ആണ് അല്ലേ? അപ്പോൾ 3y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? 16 ആണ്. അപ്പോൾ 3 ഇൻറ്റു 16 ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ. Third question. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? Then 4 years ago ഏജ് നമുക്ക് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 2 ഇയേഴ്സിൻ്റെ ഏജ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം? പ്രസൻറ്റ് ഏജ് എന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ പ്രസൻറ്റ് ഏജ് ഓഫ് രാമുവിൻ്റെ ഏജിന് എക്സും പ്രസൻറ്റ് ഏജ് ഓഫ് റഹീം എന്നുള്ളത് വൈയുമായിട്ട് എടുക്കാം. ഇപ്പോഴത്തെ ഏജ് രാമുവിൻ്റെ റഹീമിൻ്റെയും എക്സും വൈ ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 years ago എന്ന് പറയുമ്പോൾ രാമുവിൻ്റെ ഏജ് എത്രയായിരിക്കും? എക്സ് ആണ് ഇപ്പോഴത്തെ ഏജ് എങ്കിൽ 4 years ago എന്ന് പറയുമ്പോൾ എക്സ് -4 ആയിരിക്കും അല്ലേ? ഇനി റഹീമിൻ്റെ ഏജ് ഇപ്പോഴത്തെ വൈ ആണ്. അപ്പോൾ 4 years ago എന്ന് പറയുമ്പോൾ y -4 ആയിരിക്കും അല്ലേ? ഇനി എന്താണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ? റഹീംസ് ഏജ് വാസ് 3 times ദ ഏജ് ഓഫ് രാമു. എന്താണ്? റഹീമിൻ്റെ ഏജ് 3 times ദ ഏജ് ഓഫ് രാമു. രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഹീമിൻ്റെ ഏജ് 4 years ago എത്രയായിരുന്നു? y -4 ആണ് അല്ലേ? ഇത് എന്താണെന്ന് പറഞ്ഞിരിക്കണേ? രാമുവിൻ്റെ ഏജ് എത്രയാണ്? എക്സ് -4 ആണ് അല്ലേ? അതിൻ്റെ 3 times ആണ്. അപ്പോൾ എങ്ങനെ വന്നു? 3 ഇൻറ്റു എക്സ് -4 എന്ന് വന്നു അല്ലേ? ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 3 എന്നുള്ളത് എക്സിനോടും മൾട്ടിപ്ലൈ ചെയ്യണം, 4നോടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? y -4 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് 3x മൈനസ് 3 ഇൻറ്റു 4 12. ഇനി എക്സിൻ്റെ അടുത്തേക്ക് നമ്മൾ വൈനെ കൊണ്ടുവരികയാണ്. അപ്പോൾ -4നെ അവിടെ തന്നെ നിർത്താം അല്ലേ? -4നെ അവിടെ തന്നെ നിർത്തി. ഇനി ഇപ്പുറത്തെ ഒരു ന്യൂമറേറ്റർ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ -12 ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി? 12 + 12 എന്നായി. ഈക്വൽ ടു ഇവിടെ 3x കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ വൈനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ +y ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി? -y എന്നായി. ഇനി -4ഉം +12 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ഡിഫറൻറ്റ് സിമ്പിൾസ് കൂട്ടാൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്ര വരിക? 12ൽ നിന്ന് 4 കുറച്ചിട്ട് 8 കിട്ടും. ഈക്വൽ ടു 3x - y. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ് ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? 3x - y ഈക്വൽ ടു 8. ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ആഫ്റ്റർ 2 years റഹീംസ് ഏജ് ബിക്കം 2 times ദ ഏജ് ഓഫ് രാമു. 2 വർഷത്തിന് ശേഷം റഹീമിൻ്റെ ഏജ് എന്താണ്? രാമുവിൻ്റെ ഏജിൻ്റെ 2 times ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ 2 years റഹീമിൻ്റെ ഏജ് എത്രയായിരിക്കും? ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? y ആണ് അല്ലേ? അപ്പോൾ ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ y +2 അല്ലേ? 2 വർഷം കഴിയുമ്പോൾ y +2 ആയിരിക്കും. ഇത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? രാമുവിൻ്റെ ഏജ് എത്രയാ? x +2 ആയി ഉണ്ടാവും അല്ലേ? x +2ൻ്റെ 2 times. അപ്പോൾ 2 ഇൻറ്റു x +2. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 കൊണ്ട് എക്സിനെയും 2 കൊണ്ട് 2വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y +2 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2x +4 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൈനെ എക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി 2 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതാ കിടക്കുന്നത്? 4 ആണ്. അപ്പോൾ 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -4 എന്നായി. ഈക്വൽ ടു 2x ഇറക്കിയിട്ടു. ഇനി ഇവിടെ നിന്ന് y ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -y എന്നായി. ഇനി 2 - 4 എന്ന് പറയുമ്പോൾ അല്ലേ? 2 - 4 എത്രയാണ്? -2 ആണ്. ഈക്വൽ ടു 2x - y. സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. എന്താണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്? 2x - y ഈക്വൽ ടു
-2 സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതാം അല്ലേ. ഏതാണ് ഫസ്റ്റ് ഇക്വേഷൻ? എന്തായിരുന്നു? 3x - y = 8 ഇക്വേഷൻ നമ്പർ 1, 2x - y = -2 ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വൈയുടെ വാല്യൂ ഈക്വൽ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ 0 കിട്ടും ഇല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 എത്ര കിട്ടും? 3x - 2x 1x y - y 0 = 8 - -2 എന്നാണ് വരുന്നത് അല്ലേ. 8 - -2 എന്ന് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഡിഫറൻറ്റ് ചിഹ്നങ്ങൾ കുറയ്ക്കാൻ തരുമ്പോൾ നമ്മൾ ഒരു വട്ടം ഒന്ന് മാറ്റി എഴുതി കൊടുക്കുക. എങ്ങനെയാണ് മാറ്റി എഴുതുക? ഫസ്റ്റ് നമ്പർ അതേപോലെ തന്നെ ഇറക്കിയിടുക, പിന്നെ വരുന്ന ചിഹ്നങ്ങൾ നമ്മൾ മാറ്റുക. എന്താണ്? അപ്പോൾ ഇവിടുത്തെ മൈനസ് പോയിട്ട് പ്ലസ് ആവും, ഈ മൈനസ് പോയിട്ട് പ്ലസ് ആവും. ഇനി നോക്കുക, ഒരേ ചിഹ്നങ്ങൾ കൂട്ടാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 8 + 2 10 കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് 8 - -2 എന്ന് പറഞ്ഞപ്പോൾ എത്ര തന്നെയാണ്? 10 ആണ്. അപ്പോൾ എന്ത് കിട്ടി? x = 10 എന്ന് കിട്ടി. എക്സിന് 10 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ y എങ്ങനെ കണ്ടുപിടിക്കുക? ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ ഇറക്കി എഴുതുക അല്ലേ. എന്നിട്ട് 10ൻ്റെ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇറക്കി എഴുതി. എന്താണ്? 3x - y = 8 ഇക്വേഷൻ നമ്പർ 1. സോ എക്സിൻ്റെ വാല്യൂ 10 ആണല്ലേ. അപ്പോൾ 3 × 10 - y = 8. So 3 × 10 30. 30 - y = 8 minus y = 8. 30 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -30. 8 - 30 എങ്ങനെയാണ് കുറയ്ക്കുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ. സോ 30 - 8 22 -22. അപ്പോൾ എത്ര കിട്ടും? -y = -22 എന്ന് പറയുമ്പോൾ മൈനസ് ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ y = 22. സോ രാമുസ് പ്രസൻറ്റ് ഏജ് x ആണല്ലേ. x = എത്ര കിട്ടിയിട്ടുണ്ട്? 10. റഹീംസ് പ്രസൻറ്റ് ഏജ് എന്താണ്? y ആണ്. y = 22.